ഡൽഹിയിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാനത്ത് SFIയുടെ വ്യാപക പ്രതിഷേധം. ലോക്ഭവനിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്കും നടന്ന പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. സംഘർഷത്തെ തുടർന്ന് കൊച്ചിയിൽ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്രസേനയും പോലീസും നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു SFIയുടെ സംസ്ഥാന വ്യാപക മാർച്ച്. തിരുവനന്തപുരത്ത് ലോക്ഭവനിലേക്കും മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും നടന്ന മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ കൊച്ചിയിൽ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. തിരുവനന്തപുരത്തും തൃശൂരിലും പാലക്കാടും കോഴിക്കോടും കണ്ണൂരിലും ജലപീരങ്കി നിരവധി തവണ പോലീസ് പ്രയോഗിച്ചു. ആലപ്പുഴയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്ഭവന് മുന്നിലെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഊണും ഉറക്കവും ഒഴിഞ്ഞ് പഠിക്കുന്ന, അങ്ങനെ പ്രൊഫഷണൽ രീതിയിലേക്ക് ഉയരാൻ കഴിവ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വലിയ തോതിൽ വഞ്ചിക്കുന്ന നിലപാടാണ് ചോദ്യപേപ്പർ കുംഭകോണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മാഫിയയുടെ തലവന്റെ പേർ പോലും നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അതിന് കാരണം അവരെ വൻതോതിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നാളെ SFI വിദ്യാഭ്യാസ മന്ത്രിയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ വീണ്ടും ലോക്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം.